എല്ലാവർക്കും എലൈസർ മീഡിയയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60 മുതൽ 69 വരെയുള്ള വചനഭാഗങ്ങൾ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് യേശു അപ്പം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റുന്ന യേശുവിൻ്റെ ഒരു അത്ഭുതമാണ് അവിടെ കാണുന്നത്. വീണ്ടും സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ മറ്റൊരു അത്ഭുതം, ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരുന്ന യേശുവിനെയാണ് അവിടെ കാണുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ യേശുവിൻ്റെ അടുക്കലേക്ക് ധാരാളം ജനങ്ങൾ വരികയാണ്, യേശുവിനെ അന്വേഷിച്ചു കൊണ്ട് വരികയാണ്. അപ്പോൾ തൻ്റെ അടുക്കലേക്ക് ജനങ്ങൾ ഇങ്ങനെ കൂട്ടമായി വരുന്നത് കണ്ടപ്പോൾ യേശുവിന് ഒരു കാര്യം മനസ്സിലായി. ഇവർ വരുന്നത് തൻ്റെ വചനങ്ങൾ കേട്ട് അത് മനസ്സിലാക്കിയത് കൊണ്ട് അല്ല, അപ്പം വർദ്ധിപ്പിച്ച് അവരുടെ വിശപ്പ് മാറ്റിയത് കൊണ്ടാണ് അവർ തന്നെ അന്വേഷിച്ച് വരുന്നത് എന്ന് യേശുവിന് മനസ്സിലായി. മനുഷ്യന് 2 മുഖങ്ങളുണ്ട്. ഒന്ന് ബാഹ്യമായിട്ടുള്ളത്, മറ്റൊന്ന് ആന്തരികമായിട്ടുള്ള മുഖം. ഓരോ മനുഷ്യനും ഈ 2 മുഖങ്ങളുണ്ട്, ബാഹ്യമായിട്ടുള്ളത്, ആന്തരികമായിട്ടുള്ളത്. അപ്പോൾ ഇവ തമ്മിലുള്ള ഒരു വടംവലി, ഒരു ടഗ് ഓഫ് വാർ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബാഹ്യമായിട്ടുള്ള മുഖവും ആന്തരികമായിട്ടുള്ള മുഖവും തമ്മിലുള്ള ഒരു വടംവലി ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ് ജയിക്കുന്നത്? ബാഹ്യമായിട്ടുള്ളതാണോ ആന്തരികമായിട്ടുള്ളതാണോ ജയിക്കുന്നത്? അതിനുള്ള ഉത്തരം, നമ്മൾ ഏതിന് പ്രാധാന്യം കൊടുക്കുന്നുവോ, ഏതിനാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്, അതാണ് ജയിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും മനുഷ്യരാണ്. നമുക്ക് ബാഹ്യമായിട്ട് തന്നെ ജീവിക്കുവാൻ സാധിക്കുകയില്ല. ആന്തരികമായിട്ട് മാത്രം ഒരു വ്യക്തിക്കും ജീവിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഈ ബാഹ്യമായിട്ടുള്ളതിനും ആന്തരികമായിട്ടുള്ള കാര്യത്തിനും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകുവാൻ വേണ്ടി കഴിയും? ബാഹ്യമായി ജീവിച്ചുകൊണ്ട് ആന്തരികമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ 2 തലങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. പണ്ട് സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ റക്ടർ പറയുമായിരുന്നു, നിങ്ങൾ പട്ടണത്തിലായിരിക്കുന്നത് പട്ടത്തിന് വേണ്ടിയാണ് എന്നുള്ള ചിന്ത ആവശ്യമാണ് എന്ന്. വീണ്ടും സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ കാണുന്നു, യേശു ജനങ്ങളോട്, തൻ്റെ അടുക്കലേക്ക് വന്ന ജനങ്ങളോട് പറയുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന്. ഇത് കേട്ടപ്പോൾ ജനങ്ങൾ പരസ്പരം പിറുപിറുക്കുവാൻ തുടങ്ങി. അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾ നരഭോജികളല്ല, ഞങ്ങൾക്ക് ആരുടെയും രക്തവും അതുപോലെ തന്നെ മാംസവും ഒന്നും ഭക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. നിന്റെ വചനം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അത് വളരെ കഠിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ യേശു നോക്കുമ്പോൾ ശിഷ്യന്മാർ അപ്പുറത്ത് മാറി നിൽക്കുകയാണ്. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? ഈ വചനം നിങ്ങൾക്കും ഒരുപക്ഷെ മനസ്സിലായി കാണുകയില്ല. നിങ്ങളും മറ്റുള്ളവരെ പോലെ പോകുവാൻ ഇഷ്ടപ്പെടുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ എങ്ങോട്ട് പോകും? കാരണം നിത്യജീവൻ്റെ വചനം നിന്റെ പക്കലുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിത്യജീവൻ്റെ വചനം നിന്റെ പക്കലുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ എങ്ങോട്ടും പോകുവാൻ സാധിക്കുകയില്ല എന്ന് അവർ പറഞ്ഞു. ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം ശരീരവും രക്തവുമായി ഈ ഭൂമിയിൽ ജന്മമെടുത്തു എന്നാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ശരീരം ഭക്ഷിക്കുക, രക്തം പാനം ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുക എന്നതാണ്. യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുക എന്നതാണ് വചനത്തിലൂടെ യേശു നമ്മളോട് വ്യക്തമാക്കി തരുന്നത്. അമേരിക്കൻ കവിയായ റോബർട്ട് ഫ്രോസ്റ്റൺ എന്ന വ്യക്തി ദ റോഡ് നോട്ട് ടേക്കൺ എന്നുള്ള തൻ്റെ കവിതയിൽ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു. ഇദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം 2 വഴികൾ കാണുകയാണ്. ഒന്നിലൂടെ
അനേകം ആളുകൾ പോകുന്നു. മറ്റൊന്ന്, ആ വഴിയിൽ കൂടെ ആരും പോകുന്നില്ല. കവി ചിന്തിച്ചു, ഞാൻ ഇതിലേ പോകണം, ഏതു വഴി തിരഞ്ഞെടുക്കണം? അങ്ങനെ ആരും പോകാത്ത ആ വഴിയിലൂടെ പോകുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ വഴി അത്ര നല്ലതല്ലായിരുന്നു. മുള്ളുകളുണ്ട്, കുഴികളുണ്ട്, അനേകം പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ട് ആരും ആ വഴി തിരഞ്ഞെടുത്തില്ല. അങ്ങനെ ആരും പോകാത്ത ഈ വഴിയിലൂടെ അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നു. തൻ്റെ ജീവിതത്തിൽ പല ഉൾക്കാഴ്ചകൾ ലഭിച്ചു. വലിയ വ്യത്യസ്തത നിറഞ്ഞ ജീവിതങ്ങളിലൂടെ കടന്നു പോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് തൻ്റെ കവിതയിൽ പറഞ്ഞു വയ്ക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതവും ഇതുപോലെ ഒരു യാത്രയാണ്. ബാഹ്യമായി ജീവിച്ചുകൊണ്ട് ആന്തരികമായി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്, നമ്മുടെ ജീവിതത്തിന് വ്യത്യസ്തതകൾ ഉണ്ടാകുന്നത്, ജീവിതത്തിലെ മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.